നമസ്കാരം. യു പി എസ് സിയുടെ റിസൾട്ട് വന്നവരെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്തിടണമെന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ. പക്ഷെ ഇന്നലെ അതിന് സാധിച്ചില്ല. ഞാനിവിടെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ വൈദ്യരത്നത്തിലാണ്. അതുകൊണ്ട് ഇന്നലെ മൊത്തത്തിലൊരു ആശുപത്രി സെറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് കുറച്ചൊരു സാവകാശം കിട്ടിയപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് എല്ലാ വർഷത്തെയും പോലെ തന്നെ നല്ല റിസൾട്ടാണ്. 6 പേരാണ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ജയിച്ചിരിക്കുന്നത്, നമ്മുടെ സ്റ്റുഡൻസ്. അതിൽ 2 പേര് കഴിഞ്ഞ തവണ ലിസ്റ്റിലുള്ളവരാണ്. അവരവരുടെ റാങ്ക് ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് റാങ്ക്. നജ്മയും ഡോക്ടർ നജ്മയും സ്വാതി, ബാക്കിയുള്ളവരെല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പോൾ യു പി എസ് സിയെക്കുറിച്ച് നമ്മൾ സാധാരണ പറയുന്നത് അതിൻ്റെ ഒരു അനിശ്ചിതത്വത്തെക്കുറിച്ചാണല്ലോ. നമുക്ക് മുൻകൂട്ടി ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പോൾ കെ ആർ മീര ആരാച്ചാർ എന്ന് പറയുന്ന നോവലിൽ പറയുന്നില്ലേ, മരണത്തെക്കാൾ അനിശ്ചിതത്വമുള്ളതായി ഈ ലോകത്തൊന്നേ ഉള്ളൂ, അത് പ്രണയമാണ് എന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് അങ്ങനെയല്ല, മരണത്തെക്കാൾ അനിശ്ചിതത്വമുള്ളതായി ഈ ലോകത്തൊന്നേ ഉള്ളൂ, അത് യു പി എസ് സി പരീക്ഷയാണ്. കയറുമെന്ന് 100% വിചാരിക്കുന്നവർ കയറില്ല, കയറില്ല എന്ന് നമ്മൾ കരുതുന്നവർ കയറും. അപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത്രയും അനിശ്ചിതത്വമാണ് ഈ പരീക്ഷയ്ക്ക്. അതുകൊണ്ട് തന്നെ കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ചിലർക്ക് പരീക്ഷ പാസ്സാവാൻ പറ്റിയിട്ടില്ല. അവരടുത്ത തവണ കയറും എന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നു. കിട്ടിയവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് റിസൾട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, റിസൾട്ടിൽ കയറിയ ഒരാളിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും ഇതിനൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും. 169ാമത്തെ റാങ്ക് കിട്ടിയ സൗമ്യ കൃഷ്ണൻ. അപ്പോൾ സൗമ്യയെക്കുറിച്ച് എന്താണ് ഇത്ര പറയാനെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം, സൗമ്യ എൻ്റെ നാട്ടുകാരിയാണ്. എൻ്റെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ക്ലാസ്സിൽ പറയാറുണ്ട്, അവിടെ യു പി എസ് സി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ഇപ്പോൾ സൗമ്യയിലൂടെ ആയിരിക്കും ഈ സംഭവത്തിൻ്റെ ഒരു ഗൗരവമൊക്കെ മനസ്സിലാക്കുന്നത് കേട്ടോ. ഇതൊരു അതിൻ്റെ അത്ഭുതത്തെക്കുറിച്ചൊക്കെ അവർ തിരിച്ചറിയുന്നത്. പിന്നെ ഞങ്ങൾ സാധാരണ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സാവുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കും, അല്ലെങ്കിൽ +2 പഠിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിഗ്രിക്ക് പോകും. ഡിഗ്രി കഴിഞ്ഞ് ഞങ്ങൾ ചിലർ പി ജിക്ക് പോകും, അല്ലെങ്കിൽ വല്ല ജോലിക്കും പോകും. അങ്ങനെയൊക്കെ വളരെ ലളിതമായി ജീവിതത്തെ കാണുന്ന ഒരു കൂട്ടരാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടുകാർ. വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഞങ്ങൾ കണ്ടു തുടങ്ങിയിട്ടില്ല ഇപ്പോഴും എന്ന് തന്നെ പറയാം. ബഹുഭൂരിപക്ഷവും അങ്ങനെയാണ് അവിടെ ഇപ്പോഴും. അപ്പോൾ അവിടെ നിന്നാണ് ഒരാൾ വലിയ സാമ്പത്തിക ചുറ്റുപാടുകളോ വലിയ സുരക്ഷിതത്വമോ ചുറ്റുപാടുകളോ ഒന്നുമില്ലാത്ത ഒരാൾ എന്ത് ചെയ്യാണ്, യു പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയും ആ പരീക്ഷയിൽ ഏറ്റവും നല്ല വിജയം നേടുകയും ചെയ്യുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നാം, അപ്പോൾ സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെയാണോ യു പി എസ് സി പരീക്ഷയുടെ മാനദണ്ഡം എന്ന് നിങ്ങൾക്ക് തോന്നാം. ഒരിക്കലുമല്ല കേട്ടോ, ഞാനങ്ങനെ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ചുറ്റുപാട് ഈ ഒരു കാലഘട്ടത്തിൽ അത്രയും സുരക്ഷിതത്വമൊന്നും ഇല്ലാതെ ഒരു കുട്ടിയും ഒന്നിനു വേണ്ടി അധികം ശ്രമിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ അപൂർവം ചിലർ മാത്രമാണ്. കാരണം അവരുടെ ആഗ്രഹത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുള്ള എത്ര എക്സ്ക്യൂസുകളാണ് നമ്മൾ മുതിർന്നവർ തന്നെ പറയുക. അപ്പോൾ കുട്ടികൾ എത്ര എക്സ്ക്യൂസുകൾ പറയും, അങ്ങനെ പറയും, പൈസ ഇല്ല എന്ന് പറയും, അച്ഛന് വയ്യ, അമ്മയ്ക്ക് വയ്യ, അതാണ് വീട്ടിൽ ബുദ്ധിമുട്ട്, ഇങ്ങനെ പലതും പറയും. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യവും ബാധിക്കാത്ത ഒരാൾ, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ഒരാൾ, ഇത്തരം സാഹചര്യങ്ങളൊന്നും ബാധിച്ചതായി പോലും ഭാവിക്കാത്ത ഒരാളിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ സൗമ്യ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടാണ് വരുന്നത്, ആദ്യത്തെ പ്രിലിംസ് സൗമ്യയുടെ. അപ്പോൾ സൗമ്യ അതുവരെ, അതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നൊരു വസ്തുത, അതുവരെ സൗമ്യ ഒരിടത്തും പഠിക്കാൻ പോയിട്ടില്ല. എവിടെ നിന്നെങ്കിലും ഒരു ട്യൂഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ആശ്രയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സൗമ്യ സ്വന്തമായി പഠിച്ച് പ്രിലിംസ് ക്ലിയർ ചെയ്തു. യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, സ്വന്തമായി പഠിച്ച് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അങ്ങനെ സ്വന്തമായി പഠിച്ച് പ്രിലിംസ് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് മലയാളത്തിനെക്കുറിച്ചും ഒരു ഏകദേശ അവബോധമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് സൗമ്യ ടെസ്റ്റ് എഴുതാൻ വേണ്ടി എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ടെസ്റ്റ് എഴുതാൻ സൗമ്യ വരുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ സൗമ്യക്ക് നന്നായിട്ട് എഴുതാനറിയാം. പക്ഷേ സൗമ്യക്ക് കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തതയില്ല, അവ്യക്തതയാണ്. കാര്യങ്ങളറിയാം, പക്ഷെ അവ്യക്തമാണ് സൗമ്യക്ക്. അത് മലയാളത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. മലയാള സിലബസ് വളരെ ചെറുതാണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാകുമെന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ പറഞ്ഞു തന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം എഴുതിയാൽ മാത്രമേ അതിൻ്റെ അടിസ്ഥാനപരമായൊരു തെറ്റില്ലാതെ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു പ്രശ്നം മലയാളത്തിനുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ സൗമ്യയ്ക്ക് ആ ബേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സൗമ്യയ്ക്ക് അത്തവണ വലിയ മാർക്ക് കിട്ടിയില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് സൗമ്യയുടെ മാർക്ക് മോശമായിരുന്നെന്ന്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലൊക്കെ വരുന്നവരുടെ മാർക്ക് തന്നെ സൗമ്യയ്ക്ക് ഉണ്ടായിരുന്നു. 252 മാർക്ക് സൗമ്യയ്ക്ക് ആദ്യത്തെ തവണ പരീക്ഷ എഴുതിയപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടാമത്തെ തവണ അടുത്ത തവണ പ്രിലിംസിന് മുമ്പ് തന്നെ സൗമ്യ എൻ്റെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തു. ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ദൃഢനിശ്ചയം എന്നൊക്കെ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ പറയത്തില്ല ഈ സാഹചര്യങ്ങളിലൊക്കെ അതിജീവിക്കുന്നു എന്നുള്ളതിന് കൂടാതെ വർക്കലയിൽ നിന്ന് സൗമ്യ എല്ലാ ദിവസവും കാലത്ത് ട്രെയിന് കയറി ക്ലാസ്സിന് വരികയാണ്. 1.5 മണിക്കൂർ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, തിരിച്ച് എല്ലാ ദിവസവും ഒരു മടിയില്ല, നടക്കുന്നു, അങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ നമ്മൾ നടക്കാനൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ് പറയുന്നത്. നടക്കാൻ അയ്യോ എനിക്ക് പഠിക്കാനുണ്ട്, എനിക്ക് നടക്കാൻ സമയമില്ല, എനിക്ക് ട്രെയിന് കയറാൻ പറ്റില്ല, പഠിക്കാൻ സമയമില്ല എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ അയ്യപ്പ പണിക്കർ കുരുക്ഷേത്രത്തിൽ പറയുന്നുണ്ട്, വഴിക്കവലയ്ക്കിരുന്നു നാം കാണുക സ്വപ്നം, കാലം കൊത്തിവെച്ചിടും സ്വപ്നം എന്നാണ്. അങ്ങനെ വഴിക്കവലയ്ക്കിരുന്ന് സ്വപ്നം കണ്ട ഒരാളിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. കാലം കൊത്തിവെക്കുന്ന സ്വപ്നം വഴിവക്കിലിരുന്ന് കണ്ട ഒരാളിനെ കുറിച്ച്. അപ്പോൾ അത്രയും ദൃഢനിശ്ചയം സൗമ്യക്കുണ്ട്. എന്നായാലും ഞാനിത് എഴുതിയെടുത്തിട്ടേ പോകൂ എന്ന് സൗമ്യ തീരുമാനിച്ചിട്ട്, സൗമ്യ അത് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ, ഞാൻ എന്തായാലും ഞാനിത് എഴുതിയെടുത്തിട്ടേ പോകും എന്ന്. അപ്പോൾ അങ്ങനെ ക്ലാസ്സിൽ വരുന്നു, ക്ലാസ്സിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സൗമ്യ ശ്രദ്ധിക്കുന്നു, നോട്ട് കംപ്ലീറ്റ് കവർ ചെയ്യുന്നു, കംപ്ലീറ്റ് ക്ലാസ്സുകൾ കവർ ചെയ്യുന്നു. അങ്ങനെ പരീക്ഷ എഴുതിയെടുത്ത ഒരാളാണ് സൗമ്യ. ഇത് ഞാൻ സൗമ്യയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി എഴുതാൻ പോകുന്ന എൻ്റെ കുട്ടികൾ, അല്ലെങ്കിൽ ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടുന്നൊരു വസ്തുത, മലയാളം എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നിരന്തരമായി ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അതിനെ നമ്മൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്താൽ മാത്രമേ നവീകരിക്കാൻ, നമ്മൾ നിരന്തരം, ഞാൻ തന്നെ സ്വയം നവീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ പോരായ്മകൾ പരിഹരിച്ച്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും സ്വയം നവീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക്, അത് ദൃഢനിശ്ചയവും സ്ഥിരോത്സാഹവും വേണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഏത് വൻപാറയും പൊട്ടിച്ച് നമുക്ക് മുന്നേറാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സൗമ്യ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സൗമ്യ ഒരു പ്രചോദനമായിക്കോട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. സൗമ്യയെക്കുറിച്ച് ഇത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനമാണ്. അഭിമാനത്തിനേക്കാളേറെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠപുസ്തകമാണ് സൗമ്യ. അതുകൊണ്ടാണ് സൗമ്യയെക്കുറിച്ച് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. അപ്പോൾ പരീക്ഷ എഴുതി ജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വളരെ നന്ദി നിങ്ങളുടെ ടീച്ചറിന് ഇത്രയും അഭിമാനം ഉണ്ടാക്കി തന്നതിന്.